കർത്താവിനെ നാം സ്തുതിക്കാം, ഹേ ദൈവ മക്കളെ. സന്തോഷത്തിൽ നാം അർപ്പിക്കാം സ്തോത്രത്തിൻ ബലിയേ. നാം സ്തോത്രം 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 കഴിക്കാം, സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. വിശുദ്ധ സ്നേഹബന്ധത്താൽ ഒരേ ശരീരമായി നാം ചേർക്കപ്പെട്ടതാകയാൽ ചേരുവിൻ സ്തുതിക്കായി. നാം സ്തോത്രം 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 കഴിക്കാം, സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. അപ്പൻ്റെ പാദവിലിപ്പോൾ എടുത്തിലോട്ടുനിന്ന് കടന്നു വരിക കർത്താവേ. സുബോധത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അനേകർ കിടന്നുറങ്ങി, എന്നാൽ ഈ പ്രഭാതം കാണുവാൻ പാടില്ലാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. സ്വർഗത്തിലെ ദൈവമടിയങ്ങളോട് കാണിച്ച സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ കൊണ്ടൊന്നുമല്ല കർത്താവേ, അവിടുത്തെ ദയയും കരുണയും ഒന്ന് മാത്രമാപ്പാ. ഒന്നുകൂടെ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോട് ചേരുവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്നു നൽകി സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ കഴിഞ്ഞ നാളുകളെ മറുപടി തന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. വീണ്ടും അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവർക്ക് നന്ദി. ഞങ്ങളുടെ എല്ലാ അവലാതിയും പരാതിയും അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സ്വർഗം കേട്ട് മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തിരുസനയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ, 10, 11, 12 പഠിക്കുന്നവരെ, മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളും വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, OIT, IELTS, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, മെഡിക്കൽ കഴിഞ്ഞ മക്കൾ, ഇതിനൊക്കെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ജയത്തോടെ അവരെ നടത്തുമാറാകണം. കർത്താവിൻ്റെ പാദപീഠം ചാർന്നിരുന്ന് കരയുന്ന ഒരു മക്കളെ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. പ്രാർത്ഥനകളെ കേട്ട് തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് കർത്താവിന് സാക്ഷ്യമുള്ള മക്കളായി വളരുവാനും ജീവിപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലിയില്ലാതെ അനേക കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നു. ഓരോ മക്കളെയും ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് അതിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്തവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ കൈവിടാത്ത ദൈവമാ, ഉപേക്ഷിക്കാത്ത ദൈവമാ, മറക്കാത്ത ദൈവമാ. ഓരോ മക്കളുടെയും ആവശ്യത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ വേദനകളെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, സ്തോത്രം സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അങ്ങയുടെ സമാധാനം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ സമാധാനത്താൽ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പാ, അവരുടെ നിന്നെ ഉരുട്ടി മാറ്റണമേ. അവർക്ക് തലമുറയെ കൊടുക്കണേ കർത്താവേ. ഒരു സന്തോഷമുള്ള ജീവിതം കാണുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഗർഭിണികളായിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു. മാസന്തിയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു.
കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹമൊക്കെ ഏറ്റവും മനോഹരമായി നടക്കുവാൻ സഹായിച്ചു. വീണ്ടും വിവാഹപ്രായമായ മക്കളുണ്ടപ്പാ, ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുക. ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിച്ച കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ സർവ്വശക്തൻ അവിടുന്ന്. നാഥാ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. കർത്താവേ, സമയഹാലലിയ സ്തോത്രം സ്തോത്രം. നേറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടിയൊക്കെ വലയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ച് സമാധാനമായിരിക്കാൻ ഇടയാക്കണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സഹായിക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ദൈവമായ കർത്താവെ, കിടക്കകളിൽ ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഓപ്പറേഷനായി വിധേയപ്പെടുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഉദരസംബന്ധമായ പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ആസ്മയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള മക്കളൊക്കെ ഉണ്ട്, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ. കർത്താവെ, ഈ സമയം കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു ഒക്കെ സമർപ്പിക്കുന്നു. നാഥാ, കൈകാലുകൾക്ക് ചലനമില്ലാത്ത പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, അപ്പാ, നീ അവിടുന്ന് സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു. കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ള മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, അൻപാർന്ന കരം ഒന്ന് ചേർത്ത് പിടിച്ചോണം. കഴിഞ്ഞ നാളുകളിൽ സൗഖ്യത്തോടെ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ കർത്താവ് ഓരോ മക്കളെയും സൗഖ്യത്തോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, സംസാരശേഷിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, എൻ്റെ ദൈവമായ കർത്താവെ, നീ അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവം. തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയും ശ്രേഷ്ഠരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ശത്രുവായവൻ കാണാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം മറയ്ക്കണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. അപ്പൻ്റെ കരം അവരെ ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, അവർക്ക് മാതാവും പിതാവുമായി എൻ്റെ അപ്പച്ചൻ കൂടിയിരുന്നവരെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത എല്ലാ സമാധാനങ്ങളും ഓരോ മക്കൾക്കും നൽകി എൻ്റെ അപ്പച്ചൻ ഓരോ മക്കളെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സുവിശേഷവേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇടയാക്കണമേ. കർത്താവ്, വിശ്വസ്തരായ അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഹാലലി ചെയ്യുവാൻ ഓരോ മക്കളെയും ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. വിശ്വസ്തരായ ഭരണകർത്താക്കളെ ഒരുക്കണമേ. അർപ്പണാബോധമുള്ളവരെ ഒരുക്കണമേ. അപ്പം സ്തോത്രം. എല്ലാം നന്നായി ചെയ്യുവാനൊക്കെ എല്ലാവരെയും സഹായിച്ചാട്ട്. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ, ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെ സഹായിക്കുവാൻ സർവശക്തനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരെല്ലാം മറന്നാലും മറക്കാത്തൊരു നല്ല ദൈവം, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞങ്ങളെ ഉപേക്ഷിക്കാത്തൊരു നല്ല അപ്പച്ചൻ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പച്ചനിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ മക്കളും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ. ഒരു കുറവും കൂടാതെ എല്ലാ മക്കളെയും പോഷിപ്പിക്കണമേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളുടെയും വാഹനത്തിനും വഴിയിലും കർത്താവ് കൂടിയിരിക്കണം. അപ്പോൾ അവിടുന്ന് ആലോചന ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണമേ. അപകടങ്ങളിൽ എല്ലാ മക്കളെയും വിടുവിക്കണമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്ന അപ്പോൾ അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ ഹാലേലി എൻ്റെ സ്വർഗം അനുഗ്രഹിച്ച് നൽകണം നടിനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളും ഉണ്ട്. അവരുടെ യാത്രകളിലെല്ലാം കർത്താവ് കൂടിയിരുന്ന് സുരക്ഷിതമായി കൊണ്ടുവന്ന് എത്തിക്കണേ. കർത്താവ്, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതിയ വർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ട്. പുതിയ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് കർത്താപ്പച്ചൻ കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പച്ചൻ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആ ഭണ്ഡാരം തുറക്കുമാറാകണം നടിനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. കർത്താവ്, വസ്തുസംബന്ധമായ ചില പ്രയാസപ്രതികൂലത്തിൻ്റെ നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ,
നീ തന്നെ തീർപ്പ് കൽപ്പിക്കണമേ. കർത്താവ് തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. ഭവന സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുതം ചെയ്ത് ഹാലലുയ. 2025 ഹാലലുയ കർത്താവേ, ഹാലലുയ. ആ 2ാമത്തെ മാസത്തിൽ കർത്താവിൻ്റെ ഹാലലുയ ആമേൻ അൻപാർന്ന കാര്യം ഓരോ ഹൃദയങ്ങളിലും ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ തീർപ്പ് കൽപ്പിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അങ്ങനെ കർത്താവേ സ്തോത്രം. എന്തെല്ലാം വിഷയങ്ങൾ ഓർക്കുവാൻ പ്രാർത്ഥിപ്പാനുണ്ടോ അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാണ്. എന്നെ ഏൽപ്പിച്ച സകല വിഷയത്തെയും അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുന്നു കർത്താവ്. അടിയൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ ഇടയാകാതെ സ്വർഗ്ഗമെല്ല വിഷയം ഏറ്റെടുത്തുകൊണ്ട് നല്ല മറുപടികളെ കൊടുത്ത് ഓരോ മക്കളെയും മാനിക്കുമാറാകണമെന്നും അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. എല്ലാ മഹത്വം എൻ്റെ അപ്പച്ചനെടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.